നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സേതുമാധവന്റെയും മക്കളുടെയും മുന്നില് ഒരു തവണ കൂടി നേരെ നിന്ന് പയറ്റിയാൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാവ ഇമേജ് നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാ ഞാൻ പറഞ്ഞില്ല സച്ചേട്ടാ, എനിക്ക് നേർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ പറയുന്ന നേർച്ചയും വഴിപാടും ഒക്കെ പിന്നെയാണെങ്കിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന എന്തിനാച്ചു? വാശിയല്ല അനുപേട്ട, ആഗ്രഹങ്ങളാ. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തരാൻ ഇനി ഈശ്വരന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാ. എടുത്ത് ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ചുറ്റും ശത്രുക്കളാ. എപ്പോഴാ അവര് മുന്നിൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത് ഇനി ഇവിടെ നിൽക്കണ്ടെന്ന്. ഇന്നൊരു രാത്രി എനിക്കിവിടെ തങ്ങിയേ പറ്റൂ. ഞാനിത് പറയുമ്പോ നിങ്ങൾക്കാർക്കും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാ സച്ചേട്ടനോട് പോലും പറയാതെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് ഇറങ്ങി തിരിച്ചത്. വഴിപാട് പകുതി പോലും ആവാതെ മുടങ്ങിയതുകൊണ്ട് ഉറങ്ങാതെ ശിവസ്തോത്രം ഉരുവിട്ട് ഈ നടയിലിരിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് നാളെ രാവിലെ ഞാനായിട്ട് തന്നെ തിരിച്ചു വന്നോളാം. ദയവായി നിങ്ങൾ ആരും പറ്റില്ല എന്ന് പറയരുത്. ഇത് എന്റെ മനസ്സമാധാനത്തിന്റെ കാര്യം കൂടി ആയതുകൊണ്ടാ. എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളും കൂടി ഇവിടെ നിൽക്കാം. രാവിലെ ഒരുമിച്ച് പോവാം നമുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല അനുപേട്ട. എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഈശ്വരൻ എന്നെ ഒരാപത്തിലും പെടുത്തില്ല. എനിക്ക് ഉറപ്പാത്. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് മാറും. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. നാളെ രാവിലെ ഞാൻ നെല്ലിശ്ശേരിയിലുണ്ടാവും, ഉറപ്പ്. അനുപേട്ടന് സന്ദീപൻ തിരിച്ചു വയ്ക്കാം. ഞാനിവിടെ വന്നോളാം. സച്ചേട്ടാ, അർച്ചന ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. തന്റെ പ്രാർത്ഥനകൾക്ക് ഒരു തരത്തിലും തടസ്സം വരാതെ ഞാനിവിടെ ഉണ്ടാവും. എന്നാ പിന്നെ സച്ചിയുടെ രാവിലെ ഏട്ടത്തിയായി വന്നാ മതി. ഞാനും അനൂപേട്ടും കൂടി ഒരു ടാക്സി എടുത്ത് പോയിക്കോളാം. സച്ചി, അവന്മാര് വീണ്ടും വന്ന് വിട്ടേക്കരുത്. ഞങ്ങളെന്നാ പൊക്കോട്ടെ മോളെ. ഇനിയും സച്ചിയെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ തന്നെ അങ്ങ് വന്നേക്കണം. ആ ശരി, സന്ദീപേ വാ. ഒരു കാര്യം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട തീർത്തിട്ടേ വരാവൂ. പാമ്പിന്റെ ജന്മ ആ അർച്ചന എന്ന് പറയുന്നവൾക്ക്. മുറിച്ചു മാറ്റും തോറും മുറി കൂടും. അങ്ങനെ ഒരു ജന്മത്തെ നോവിച്ച് വിട്ടിട്ട് വന്നാ കൂടുതൽ പകയോടെ അത് തിരിച്ചു വരികയുള്ളൂ. അവന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി വന്നേക്കുന്നു. ഞാനേ ഇവന് കൊടുത്ത അടി ശരിക്കും മൂർത്തിക്ക തരേണ്ടത്. കരാട്ടയാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞു നീയല്ലേ ഇവന്മാരെ കൊണ്ടുവന്നത്? ധനുഷേ, ഒരബദ്ധം പറ്റിയതാ. എനിക്കൊരവസരം കൂടി തന്നാ ഇവന്മാരത് വെടിപ്പായി ചെയ്തു തരും. നീയൊക്കെ ഉണ്ടാക്കിയത് മതി. അവളെ ഒറ്റയ്ക്ക് കൈ കിട്ടിയിട്ടും ഒന്നും ചെയ്യാനാവാത്ത നീയൊക്കെ വേറെ വല്ല പണിക്കും പോടാ. അവളെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. സേതുമാധവന്റെയും മക്കളുടെയും മുന്നില് ഒരു തവണ കൂടി നേരെ നിന്ന് പയറ്റിയാൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാവ ഇമേജ് നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാ ഞാൻ മാറി നിന്നിട്ട് നിന്നേക്ക് ഏൽപ്പിച്ചത്. നിന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കോളാം. എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർത്തോളാം എല്ലാത്തിനെയും. ഇനി ഒരുത്തിന്റെ സഹായം ധനുഷിന് ആവശ്യമില്ല. മൂർത്തി, പറഞ്ഞു വിട്ടേക്കണ ഇവന്മാരെയൊക്കെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.